ട്രാൻസ്ജെൻഡർ സമൂഹത്തെ കോൺഗ്രസ് ചേർത്തു നിർത്തുന്നതിന്റെ ഉദാഹരണമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി അമേയ പ്രസാദ്. ഈ സ്ഥാനാർത്ഥിത്വം ഒരു ചരിത്രമാണ്. പോത്തൻകോട് ഡിവിഷനിൽ വലിയ വിജയ പ്രതീക്ഷയുണ്ടെന്നും കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അമേയ മീഡിയ വണിനോട് പറഞ്ഞു. ഇന്നലെ പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട പട്ടികയിലാണ് അമേയ പ്രസാദിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകുമ്പോൾ പോത്തൻകോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അമേയ പ്രസാദാണ്. അമേയ, കൺഗ്രാറ്റ്സ്. പോത്തൻകോടിൽ നിന്ന് മത്സരിക്കുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നോ? സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മളെങ്കിൽ പക്ഷേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് KPTC കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് മൊത്തത്തിലൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 6 പേരെ പരിഗണിക്കണമെന്നായിരുന്നു നമ്മൾ നിർദ്ദേശം കൊടുത്തത്. അതിൽ നിന്ന് 3 പേരെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ മുന്നിരുന്ന സംസ്ഥാന പ്രസിഡന്റ് അരുണിമ M. കുറുപ്പും ഇപ്പോഴത്തെ രക്ഷാധികാരിയാണ്. അപ്പം അവരുടെയൊക്കെ കഠിനമായ പ്രയത്നമാണ് ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത്. പ്രത്യേകിച്ച് പാർട്ടി ഇത്രയും ചേർത്ത് പിടിച്ചത് അതും ചരിത്രമാണ്. ഒരു ട്രാൻസ്ജെൻഡർ ഇത്രയും ഒരു പാർട്ടി, നമ്മളെ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയാണ് നാളെ മുതൽ ഇറങ്ങുകയാണോ? പോത്തൻകോട് ഡിവിഷന് പരിചയമുള്ള സ്ഥലമാണോ? തീർച്ചയായിട്ടും അറിയാവുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാരെയൊക്കെ അറിയാം. ഞാൻ ഒരുപാട് പ്രത്യേകിച്ച് എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സീരിയലുകളിലും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ തന്നെ അവിടെ തന്നെ പോത്തൻകോട് തന്നെ പല സ്ഥലങ്ങളിൽ ഇനാഗ്രേഷനും കാര്യങ്ങളും അങ്ങനെയായിട്ടൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ തന്നെ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് എല്ലാവരെയും അറിയാം നന്നായിട്ട്. അമ്മയെ ഒന്ന് പരിചയപ്പെടുത്താമോ? എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഭാഗമാവുന്നത്? എങ്ങനെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ എത്തുന്നത്? ആ സംഘടനാ ജീവിതം, പിന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. ഞാൻ പ്രവർത്തകയായിട്ട് 8 വർഷം മുമ്പ് പ്രവർത്തകയായിട്ട് വന്നത്. പിന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായി. ഇപ്പോൾ ഒരു 7-8 മാസമായിട്ടേ ഉള്ളൂ ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായി. നല്ല രീതിയിൽ തന്നെ പാർട്ടിക്കകത്ത് പ്രവർത്തനങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ പാർട്ടിയിൽ പല കാര്യങ്ങൾക്കും മീറ്റിങ്ങുകളിലും പല പാർട്ടിയുടെ നേതൃത്വമായിട്ടുള്ള പല കാര്യങ്ങൾക്കും പോകാറുണ്ട് പാർട്ടി തന്നെ. അപ്പോൾ നാളെ മുതൽ ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും നാളെ മുതൽ ഇറങ്ങുകയാണ്. അവിടുത്തെ എല്ലാ ജനങ്ങളും എന്നെ ചേർത്ത് പിടിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും, എന്നെ ചേർത്ത് പിടിക്കും, ഒരിക്കലും തോൽക്കില്ല, ജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോരാടുകയാണ്. വിജയപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് സ്വാഭാവിക എഡ്ജുണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും. ആ തെരഞ്ഞെടുപ്പ് ഇതിനെ മറികടക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ബദൽ എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ ഒരു ട്രാൻസ് വുമൺ എന്നെ പാർട്ടി ഇങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ നമ്മളെ ഇത് സ്ഥാനാർത്ഥിയാക്കി. ഇതിന് ഏറ്റവും വലിയ സന്തോഷമില്ലേ? അതിൻ്റെ ചരിത്രമല്ലേ? അതിൻ്റെ വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ പാർട്ടി തന്നെ ഇത്രയും ചേർത്ത് പിടിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ചേർത്ത് പിടിക്കും. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. അതുതന്നെയാണ് അമേയ പറയുന്നത്. തൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു ചരിത്രമാണ്. അർത്ഥത്തിൽ നാളെ പ്രവർത്തന രംഗത്ത് സജീവമാകും. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.